വിജയകുമാർ ബ്ലാത്തൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കൂടി, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ, ഇത്തരത്തിൽ വലിയ ഒരു വിഷമകരമായ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കരുത് എന്ന് നമ്മൾ നിരന്തരം പറയുമ്പോഴും ഇപ്പോൾ 2 ആഴ്ചക്കിടെ അല്ലെങ്കിൽ ഒരു മാസത്തിനിടെ അവിടെ വരുന്ന അടുത്ത രണ്ടാമത്തെ മരണമാണ്, അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണമാണ് ഇത്. ആക്രമണമല്ല, ആക്രമണത്തിൽ മരിക്കുന്ന കേസ് ഇതാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് എപ്പോഴും നമ്മൾ എല്ലാ ചർച്ചയിലും ചോദിക്കുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ട്, പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് അധികാരികൾ പറയുകയും ചെയ്യുന്നു. നിരന്തരം പ്രതിഷേധമുണ്ടാകുന്നു, നഷ്ടപരിഹാരം കൊടുക്കുന്നു, അതോടെ അത് അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ജീവൻ കയ്യിൽ പിടിച്ച് താമസിക്കുന്ന നിരവധി ജനങ്ങൾ ആ പ്രദേശത്തുണ്ട്. അതുപോലെയുള്ള നിരവധി പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്താണ് ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന രീതിയിൽ അടുത്ത് വെക്കാനുള്ളത്, താങ്കൾക്ക് അധികാരികളോട് പറയാനുള്ളത്, ഒരു നിർദ്ദേശം? വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തില് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണിത്. അതായത് ഒരു നിരപരാധികളായിട്ടുള്ള സാധാരണ പൗരന്മാര് അല്ലാതെ കാട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടോ മരിക്കുന്നവരല്ല. ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന വിധത്തിലുള്ള ഒരു അപകടം തുടർച്ചയായിട്ടുണ്ടാകുകയാണ്. ഇപ്പൊ സ്റ്റേറ്റിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയുള്ള സ്റ്റേറ്റിലുള്ള പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭൂമിയിലെ മൊത്തം ആഗോള താപനം കുറക്കലിലും അതുപോലെയുള്ള ജൈവ വൈവിധ്യ സംരക്ഷണവും ഒക്കെ രണ്ടാമത് മാത്രമേ വരുന്നുള്ളൂ. നമ്മളെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കുള്ള ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണമാണ്. അതിന്റെ ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പൗരന്റെയും ജീവനും സ്വത്തുമാണ്. ഇപ്പോഴും നമ്മൾ 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തെ പറ്റി പറയുമ്പോൾ അതൊക്കെ ഇവിടെയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിന്റെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ മാത്രമേ ആ ഒരു ചർച്ചകൾ പോലും വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സങ്കീർണമായിട്ടുള്ള നമ്മുടെ നിയമ വ്യവസ്ഥിതികളൊക്കെ എപ്പോഴും അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. അപ്പോ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഏത് നിയമമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് എന്ന് പറയുമ്പോഴൊക്കെ മനുഷ്യന്റെ ജീവൻ എന്നുള്ളത് വളരെ പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ പ്രകൃതിയും അതേപോലെ ജൈവ വൈവിധ്യത്തെ പറ്റിയിട്ടും പലതരത്തിലുള്ള വന്യജീവികളെ പറ്റിയിട്ടൊക്കെ വളരെ ആകാംക്ഷയും അവയെ പറ്റിയിട്ട് വളരെ ശ്രദ്ധയൊക്കെ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഞാൻ അതിനൊക്കെ മുകളിൽ ഒരു മനുഷ്യന്റെ ജീവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥയിൽ കേരളത്തിന്റെ വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതുന്നത് പോലെയല്ല, കുറെ കൂടി സങ്കീർണം. ഓരോരോ പ്രശ്നം വരുമ്പോഴും താൽക്കാലികമായിട്ടുള്ള പരിഹാരങ്ങൾ, നഷ്ടപരിഹാരം, ജോലി, അതൊക്കെ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം ആയിട്ടുള്ള സഹായങ്ങൾ മാത്രമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചും അങ്ങനെയുള്ള പല പരിമിതികളുണ്ട്, നമുക്കറിയാം. ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നമുക്ക് താൽക്കാലികമായിട്ട് അതിനെ കെട്ടടങ്ങാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ആരുടെയും കുറ്റമല്ല. നിലവിൽ അതിനുള്ള കാരണം നമ്മുടെ ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന മിതമായിട്ടുള്ള ഒരു കാൽപ്പനികതയുണ്ട്. മൃഗങ്ങളോടും ജീവികളോടൊക്കെയുള്ള സ്നേഹമൊക്കെ വേണ്ടത് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഓരോരാളിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു എന്താ പറയേണ്ടത്, അതിന് കൊടുക്കേണ്ടി വരുന്നത്. ഒരു പരിഷ്കൃത രാജ്യങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അല്ലാതെ ലോകത്തിലെ മുഴുവൻ ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടത് പശ്ചിമഘട്ടം അതേപോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മനുഷ്യർ മുഴുവൻ അവരുടെ ജീവൻ ത്യാഗം ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചിന്തിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ഇപ്പോഴുള്ള അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും സംബന്ധിച്ചിടത്തോളം അത് പണ്ട് കാടായിരുന്നു അല്ലയോ എന്നുള്ള ഒന്നും വിഷയമല്ല. അവരിപ്പോഴും അവിടെ ജീവിക്കുകയാണ്. അവരുടെ സ്വത്ത്, അവരുടെ വരുമാനം അതൊക്കെ സംരക്ഷിക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ്. അപ്പോൾ അതിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത് പ്രധാനമായിട്ടും ഈ 1-2 കാര്യങ്ങളാണ്. നമുക്ക് നിയമം തന്നെയാണ്, 1972 നിയമം തന്നെയാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിവിടെ ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ. ഈ നിയമത്തിന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിയമം നമുക്ക് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു, അത് മാറ്റി എഴുതപ്പെടേണ്ടതാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. അത് കൂടുതലും വന്യമൃഗങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഈ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നതുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുമെന്ന്. പക്ഷെ നമ്മൾ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു ഫെൻസിങ് അവിടെ ഇല്ല. ആ പ്രദേശത്ത് ഫെൻസിങ്ങേ ഇല്ല. അത് മനുഷ്യന് പറ്റുന്ന കാര്യമാണല്ലോ, അത് നിയമ തടസ്സമുള്ള കാര്യമല്ലല്ലോ. ഫെൻസിങ് അവിടെ ഇല്ല. കിടങ്ങുണ്ടോ? കിടങ്ങില്ല. പിന്നെ ആനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിങ്ങനെ ആളുകളെ കൊന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ അവിടെ നിയമ തടസ്സം എന്ന് പറയുന്ന വാദത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട്?
അതിലൊരു പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മള് ചിന്തിക്കുമ്പോൾ നമ്മൾ കേരളം എന്ന് പറയുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലമല്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ഒരു ടെറൈനുകളുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റും മതിൽ കെട്ടുക അല്ലെങ്കിൽ അതിന് ചുറ്റും കിടങ്ങ് കെട്ടുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ലളിതമായിട്ട് കാണരുത്. കേരളത്തിലെ അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫെൻസിങ്ങോ കിടങ്ങുകളോ 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കെട്ടാൻ പറ്റില്ല. അങ്ങനെ കെട്ടണമെങ്കിൽ ഈ വിചാരിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് തുക നമുക്ക് ആവശ്യമാണ്. അതായത് ഈ ഓരോ വനാതിർത്തികളും എന്ന് പറയുന്നത് കയറിയും ഇറങ്ങിയും പുഴകളുടെ അതിരായിട്ടും തോടുകളുടെ അതിരായിട്ടും റോഡുകളായിട്ടും ഒക്കെ പല വിധത്തിലാണ്. അതിന്റെ ഇടയിൽ തന്നെ ഹ്യൂമൻ സെറ്റിൽമെന്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ അത്ര സാധാരണമായിട്ടുള്ള ഒരു മൃഗമല്ല. അതിന്റെ ഫ്രോണ്ടൽ കോർട്ടക്സ് ഒക്കെ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. അതിന് പലതരം സ്വന്തം സ്വത്വം വരെയുള്ള, അതായത് ഒരു വെള്ളത്തിലേക്ക് നോക്കിയിട്ട് അത് ഞാനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മൃഗങ്ങളിൽ അപൂർവമായിട്ടുള്ള മൃഗമാണ് ആന. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിടങ്ങുകളായാലും വേലികളായാലും ഒക്കെ എങ്ങനെ തകർക്കണം എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അവർ പഠിച്ചെടുക്കും. ആദ്യകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ പതുക്കെ അവർ പഠിച്ചെടുക്കുകയും കിടങ്ങുകളിലൊക്കെ നമ്മൾ കരുതുന്ന പോലെ കൃത്യമായിട്ടുള്ള മണ്ണ്, ഉറച്ച മണ്ണൊക്കെയുള്ള സ്ഥലത്തേക്ക് കിടങ്ങ് പ്രായോഗിക, അല്ലെങ്കിൽ അവർ ഇടിച്ചുകൊണ്ട് ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ കരുതുന്ന അത്ര എളുപ്പമല്ല ഫെൻസിങ് എന്ന് പറയുന്ന ഒരു സാധനം എന്നുള്ളത്. പ്രായോഗികമായിട്ട് എപ്പോഴും അവിടെ പ്രശ്നം കിടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ വേണം നമ്മൾ അത്തരത്തിലുള്ള മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മതിൽ കെട്ടണമെങ്കിൽ. എങ്കിൽ പോലും അതിന്റെ കടന്നുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് ആനകൾക്ക് തിരിച്ചിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ പ്രധാനമായിട്ട് പുറത്ത് കിട്ടുന്ന ഫുഡാണ് ഇതിന്റെ പ്രധാന ആകർഷണം എന്നുള്ളതാണ് സത്യം. അകത്ത് ഫുഡ് ഇല്ലായിട്ടല്ല, അകത്ത് ഫുഡ് ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ അവർക്ക് ഭക്ഷണം, അവരുടെ വയറ് നിറക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് വേഗത്തിൽ നിറക്കാൻ വേണ്ടി ഒരു പ്രദേശത്ത് കിട്ടുകയാണെങ്കിൽ അവർ പുറത്തേക്ക് വരുന്നതായിട്ടാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനെ എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആനകളെ നമ്മൾ വീണ്ടും ആനകളുടെ എണ്ണത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് വേണം. ആനകളുടെ ക്യാരിങ് കപ്പാസിറ്റി നമ്മുടെ കാടുകൾക്ക് എത്രയുണ്ട്. അതാണ് ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. ജില്ലാ പഞ്ചായത്ത്